അതിജീവനത്തിന്റെ കഥ. സുഹൃത്തുക്കളെ, നിങ്ങൾ പലർക്കും ഇന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാകാം, എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ, എല്ലാവർക്കും സന്തോഷമുണ്ട്, എനിക്ക് മാത്രം എന്താ ഇത്രയധികം പ്രതിസന്ധികൾ. വാതിലുകളെല്ലാം അടഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവർ പോലും കൈവിട്ടതുപോലെ തോന്നുന്ന ആ അവസ്ഥ. അത്തരമൊരു കടുത്ത നിരാശയിലൂടെ കടന്നുപോയ സലീം എന്നൊരാളുടെ കഥയിലൂടെ നമുക്ക് തുടങ്ങാം. സലീം ഒരു സാധാരണക്കാരനാണ്. വർഷങ്ങളായുള്ള അവൻ്റെ കഠിനാധ്വാനം, പഠനം, സ്വപ്നങ്ങൾ എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് തകരുകയായിരുന്നു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു വീഴുന്ന ദയനീയ അവസ്ഥ, ഒടുവിൽ കിട്ടിയ ചെറിയൊരു ജോലിയും നഷ്ടപ്പെട്ട ആ രാത്രി, ആരുമില്ലാത്ത കടൽ തീരത്തിരിക്കുമ്പോൾ സലീം ചിന്തിച്ചതൊന്നിനെക്കുറിച്ചാണ്: ഇനി എന്തിനാണ് ജീവിക്കുന്നത്? അവിടെ ഇരുന്ന് ആ കറുത്ത കടലിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു കഥ തെളിഞ്ഞു വന്നു. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഏകാന്തത അനുഭവിച്ച ഒരു മനുഷ്യന്റെ കഥ. താൻ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ഭീതിയിലൂടെ കടന്നുപോയ ഒരാൾ. അദ്ദേഹം തൻ്റെ ജനതയോടുള്ള ദേഷ്യത്തിൽ ഒരു കപ്പലിൽ കയറി യാത്ര തിരിച്ചു. എന്നാൽ സമുദ്രമധ്യത്തിൽ വെച്ച് വലിയൊരു തിരമാല വന്നു. കപ്പലിലെ ഭാരം കുറയ്ക്കാൻ നറുക്കിട്ടപ്പോൾ അദ്ദേഹത്തിന് വെള്ളത്തിലേക്ക് ചാടേണ്ടി വന്നു. അവിടെ അദ്ദേഹം നേരിട്ടത് 3 തരം ഇരുട്ടുകളെയാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ഈ 3 ഇരുട്ടുകൾക്ക് വലിയ ബന്ധമുണ്ട്. ഒന്നാമത്തെ ഇരുട്ട്, ചുറ്റും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ നാം പകച്ചു നിൽക്കില്ലേ? ആ വ്യക്തതയില്ലാത്ത അവസ്ഥയാണ് ഈ ഒന്നാമത്തെ ഇരുട്ട്. രണ്ടാമത്തെ ഇരുട്ട്, കടലിൻ്റെ ആഴങ്ങളിലെ ഇരുട്ട്. താഴേക്ക് പോകുന്തോറും മുകളിലെ പ്രകാശം മറയുന്നു. സഹായത്തിനായി ആരെ വിളിക്കണമെന്നോ ആരെ കേൾക്കുമെന്നോ അറിയാത്ത ഏകാന്തത. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഡിപ്രഷനും ഒറ്റപ്പെടലും പോലെയാണത്. മൂന്നാമത്തെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിലെ ഇരുട്ട്. വെള്ളത്തിലേക്ക് വീണ അദ്ദേഹത്തെ ഒരു ഭീമാകാരമായ മത്സ്യം വിഴുങ്ങി. ആ മാംസത്തിനിടയിൽ ശ്വാസം മുട്ടിക്കുന്ന ആ ഇടുങ്ങിയ ഇടം. ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ലോകം വിധിയെഴുതുന്ന അവസ്ഥ. നമ്മുടെ കടബാധ്യതകളോ മാറാ രോഗങ്ങളോ നമ്മളെ ശ്വാസം മുട്ടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന അതേ ഇരുട്ട്. ഈ 3 ഇരുട്ടുകൾക്ക് നടുവിൽ ആ പ്രവാചകൻ ചെയ്തത് എന്താണെന്നോ? അദ്ദേഹം തളർന്നു പോയില്ല. ആ മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ വെച്ച് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു: ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതെ, അദ്ദേഹമായിരുന്നു യൂനുസ് നബി അല്ലേ. അസാധ്യമെന്ന് തോന്നിയ ആ ഇരുട്ടിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. ആ മത്സ്യം അദ്ദേഹത്തെ സുരക്ഷിതമായി കരയിലെത്തിച്ചു. സലീം അന്ന് ആ കടൽ തീരത്തിരുന്ന് ആലോചിച്ചു, യൂനുസ് നബിക്ക് ആ മീനിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കെൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൂടാ? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൻ്റെ മണ്ണിൽ അനുഭവിച്ച വേദന, ശരീരമാസകലം മുറിവേറ്റ് ചെരുപ്പിൽ രക്തം കട്ടപിടിച്ചിരിക്കുമ്പോൾ പോലും അദ്ദേഹം ആ ജനതയെ ശപിച്ചില്ല. മറിച്ച് അള്ളാഹുവിനോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് കരയുകയായിരുന്നു. പ്രവാചകന്മാർ പോലും ഇത്രയധികം വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ എത്ര ചെറുതാണ്. സുഹൃത്തുക്കളെ, ആ രാത്രി സലീം തൻ്റെ നിരാശ കടലിൽ ഉപേക്ഷിച്ച് പുതിയൊരു മനുഷ്യനായി വീട്ടിലേക്ക് മടങ്ങി. അവൻ്റെ പ്രശ്നങ്ങൾ അന്ന് മാറിയില്ലായിരിക്കാം, പക്ഷെ അവൻ്റെ മനസ്സ് മാറി, ആത്മവിശ്വാസം വന്നു. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലും ആ 3 ഇരുട്ടുകൾ ഉണ്ടായേക്കാം. സാമ്പത്തിക തകർച്ചയാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ മാനസികമായ വലിയൊരു ഭാരമാകാം. പക്ഷെ ഒന്നോർക്കുക, യൂനുസ് നബിയെ രക്ഷിച്ച മുഹമ്മദ് നബിക്ക് താങ്ങായിരുന്ന ആ റബ്ബ് ഇന്നും കൂടെയുണ്ട്. നിങ്ങളുടെ ഹൃദയം പൊട്ടി നിൽക്കുന്ന ഈ അവസ്ഥ താൽക്കാലികമാണ്. രാത്രി എത്ര കറുത്തതാണെങ്കിലും സൂര്യൻ ഉദിക്കാതിരുന്നിട്ടില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന ഒരാളുണ്ട്. അതുകൊണ്ട് സലീമിനെ പോലെ ഒന്ന് ഉറച്ചു വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ മത്സ്യം നിങ്ങളെ വിഴുങ്ങാനല്ല, മറിച്ച് നിങ്ങളെ ജീവിതത്തിൻ്റെ പുതിയൊരു കരയിലേക്ക് എത്തിക്കാനാണ് വന്നത്. ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. സമാധാനത്തിൻ്റെ ആ പുലരി നിങ്ങളെ തേടി വരും, അത് തീർച്ചയാണ്.